കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാം ഇന്ന് കാണുന്ന സാംസ്കാരിക കേരളത്തെ പരുവപ്പെടുത്തിയത് വായനശാലകളാണ്. വായനശാലകൾക്ക് വലിയ പങ്ക് എഴുത്തുകാർക്കും വായനയ്ക്കും അതിലുണ്ട്. നാം അഭിമാനത്തോടെ പറയുന്ന നവോത്ഥാന കേരളം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വായനശാലകളെയും എഴുത്തുകാരെയും അവർ നടത്തിയ പരിവർത്തനങ്ങളെയുമാണ്. ആ വായനശാലകൾക്കും വായനകൾക്കും എന്തു പറ്റി? ഇന്നത്തെ ചർച്ച. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ പി എൻ ബാലകൃഷ്ണൻ സാറ്. അദ്ദേഹം റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ മാത്രമല്ല, ഗ്രന്ഥശാല സംഘം, കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ്. കുറച്ചു കാലമായി അദ്ദേഹം ഈ രംഗത്ത്, പ്രത്യേകിച്ച് ലൈബ്രറി കൗൺസിൽ രംഗത്ത് പ്രവർത്തിക്കുന്നു. സ്വാഗതം സാർ. സാർ, കേരളത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് പരുവപ്പെടുത്തിയതിൽ ഗ്രന്ഥശാല സംഘങ്ങൾക്കും ലൈബ്രറികൾക്കും ഒപ്പം തന്നെ വായനയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ വളരെ അഭിമാനത്തോടെയാണ് നമ്മുടെ നവോത്ഥാന കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നവോത്ഥാന കാലം എന്ന് നമ്മളൊരു ഭൂതകാലത്തിൽ അഭിരമിക്കുമ്പോൾ പോലും തീർച്ചയായിട്ടും വായന അതിനെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സജീവ പ്രവർത്തകൻ എന്ന നിലയിലും ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും കേരളത്തെ ഇന്ന് കാണുന്ന ഒരു സാക്ഷര സർഗാത്മക കേരളമാക്കി വളർത്തിയെടുത്തതിൽ ഗ്രന്ഥശാല സംഘം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് സാർ വിചാരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം വളരെ ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പൊതുവിൽ ആളുകൾക്ക് ആദ്യകാലത്തെ ആ ഗ്രന്ഥശാല പ്രവർത്തനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പോരാ എന്നൊരു കാഴ്ചപ്പാടുണ്ട് ബഹുജനങ്ങളുടെ ഇടയിൽ. പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് ലൈബ്രറി കൗൺസിലും ഒട്ടേറെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വായനയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വളരെ സജീവമായി കൊണ്ടുവരുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ലൈബ്രറികൾ വളരെ സജീവമായിരുന്നു എന്ന് സാറിന് അറിയാമല്ലോ. തീർച്ചയായിട്ടും. നൂറുകണക്കിന് വായനക്കാരുണ്ടായിരുന്നു. നമ്മുടെ എഴുത്തുകാർക്ക് കിട്ടുന്ന അംഗീകാരം ചെറുതല്ലായിരുന്നു. എഴുത്തുകാരൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അടയാളപ്പെടുത്തുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. ലൈബ്രറികളിൽ വായനക്കാരെന്ന നിലയിൽ തന്നെ ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. അവരിൽ നിന്ന് തന്നെ വലിയ വായനക്കാർ മറ്റു രീതിയിലേക്കും പടരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു നവോത്ഥാന കാലത്ത് സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞത്. പ്രത്യേകിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കേരളം ഭിന്നമാകുന്നതും കേരളം ഒരു സാക്ഷര കേരളമായി മാറുന്നു. അതാണ് ഇപ്പോൾ ലൈബ്രറി കൗൺസിൽ പുതിയ വായനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇ റീഡിങ്ങിൻ്റെ ഒക്കെ ഒരു കാലമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാലം വരുമ്പോൾ ഈ പുതിയ വായനക്കാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വായനയിലേക്ക് ആളുകളെ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ വായനയിൽ നിന്ന് ആളുകൾ പിൻപറ്റുന്ന അല്ലെങ്കിൽ പിന്നോട്ട് പോകുന്നൊരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സാർ ഇപ്പോൾ ചെയ്യുന്നത്? ഇതിനുവേണ്ടി ഇപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആളുകളെ വരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പദ്ധതികൾ, ബാലവേദി ഉദാഹരണത്തിന് കൊച്ചുകുട്ടികളുടെ 17 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ബാലവേദികൾ, ആ ബാലവേദി രൂപീകരിക്കുന്നതിലൂടെ കൊച്ചുകുട്ടികൾ വായനാ രംഗത്തേക്ക് വരുന്നു. ഈ ബാലവേദി ഓരോ ലൈബ്രറിയും കേന്ദ്രീകരിച്ചുകൊണ്ടാണോ? അതെ, എല്ലാ ലൈബ്രറിയിലും ബാലവേദി ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമായിട്ട് ഇപ്പോൾ ലൈബ്രറി കൗൺസിൽ ശുപാർശ നിഷ്കർഷിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടി വായന പുസ്തകങ്ങൾ ഒരുക്കുക എന്നതിനപ്പുറത്ത് അവർക്ക് ചില മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ച് കാണുന്നുണ്ടല്ലോ സാർ? ഉണ്ട്, തീർച്ചയായിട്ടും. അവർക്ക് അവരുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ലൈബ്രറി തലത്തിൽ സംഘടിപ്പിക്കണം എന്നാണ് അവർ തീരുമാനം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കുട്ടികൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലേക്ക്, കൊച്ചു കുട്ടികൾ ഇതിലേക്ക് കൂടുതൽ ആകൃഷ്ടരായിട്ട് വരികയും അവർ വായനയും അതോടൊപ്പം തന്നെ അവരുടെ സൃഷ്ടികൾ, കഥയോ കവിതയോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം അഭിനയിക്കാനും ഒക്കെ ഉള്ള ശേഷികൾ, അതുപോലെ കുറിപ്പുകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ അവരുടെ ശേഷികൾ വർദ്ധിപ്പിക്കാൻ കഴിയും. അവർക്ക് അപ്പോൾ ലൈബ്രറിയിലേക്ക് എത്താൻ താല്പര്യവും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം. സാർ, ഈ പുതിയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സർഗാത്മക വ്യവഹാരങ്ങൾ ഒക്കെ ക്ലാസ്സുകളിൽ നടക്കുന്നുണ്ടല്ലോ. ധാരാളമായി സർഗാത്മക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ ലൈബ്രറിയുമായി ബന്ധിപ്പിച്ച് കാണാറുണ്ടോ? തീർച്ചയായിട്ടും. അതിനുവേണ്ടി തന്നെ അവരുടെ മത്സരങ്ങൾ നടത്താറുണ്ട്. സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ലൈബ്രറികളുടെ തലത്തിൽ തന്നെ, ലൈബ്രറികൾ താലൂക്ക് തലത്തിലും സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ സർഗ
വാസനകൾ അവരുടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉതകുന്ന തരത്തിൽ മത്സരങ്ങൾ നടത്താറുണ്ട്. ഇപ്പം ഈ ഈ ആ 1-2 വർഷമായിട്ടാണ് നമ്മുടെ പ്രളയത്തിന് ശേഷം അത് അത്ര സജീവമായി വരുന്നില്ല. വന്നിട്ടില്ല. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ കുട്ടികളെ പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പുകൾ തയ്യാറാക്കുന്നത് ആ, ഒരു വലിയ സർഗാത്മക പ്രവൃത്തിയാണ്. ഏച്ച്. എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല അത്. പുസ്തകം വായന തന്നെ പലതരം ഉണ്ടല്ലോ. സാറിന് അറിയാം, ഉവ്വ. ആഴത്തിൽ വായിച്ചു പോവുക, അത് സർഗാത്മകമായി വായിക്കുക. ചില കുട്ടികൾ വളരെ മുതിർന്നവരും അങ്ങനെയാണ്. അവരൊരു വിനോദത്തിന് വേണ്ടി മാത്രമാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. വായിക്കുന്നത്. അതൊരു ഉപരിപ്ലവ വായന മാത്രമാണ്. അവർക്ക് അപ്പോൾ ലഭിക്കുന്ന ഒരു വായനാ സുഖത്തിന് അപ്പുറത്തേക്ക് അവർ അത് ഓർത്തിരിക്കാറ് പോലുമില്ല. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. വായനയെ വളരെ ഗൗരവമായി കാണുകയും ആ വായനാ അനുഭവത്തെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുക അതെ. വേണം. അപ്പം നമ്മുടെ കുട്ടികളിൽ ഇത്തരം വായനകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ വായനയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത്. ഉവ്വ. ഈ ലൈബ്രറികളിൽ ഞാനിപ്പോൾ കാണുന്നത്, അന്വേഷിക്കുമ്പോൾ പല ലൈബ്രറികളിലും ആസ്വാദനക്കുറിപ്പുകൾ തയ്യാറാക്കുന്നുണ്ട് കുട്ടികൾ. ഉണ്ട്. മുതിർന്നവർ പോലും ഉണ്ട്. ഇപ്പം ഈ വീടുകളിലൊക്കെ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പുതിയ ഇപ്പം അമ്പഴച്ചാൽ നവരാഗ പോലുള്ള അത് വേറെയുണ്ട് ലൈബ്രറികൾ അങ്ങനെ. അവരൊക്കെ ഇത്തരം ചില ആളുകളിലേക്ക് പുസ്തകം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടല്ലോ. അതെ, അമ്പഴച്ചാൽ വളരെ മാതൃകാപരമാണ്. അമ്പഴച്ചാൽ ലൈബ്രറി ആ കോവിഡ് കാലഘട്ടങ്ങളിൽ വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംവിധാനം ഉണ്ടായി. അതിപ്പോഴും തുടരുന്നുണ്ട്. അത് ഒട്ടേറെ വായനക്കാരെ പുതുതായി കൊണ്ടുവരുന്നതിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നെടുങ്കണ്ടത്തെ കോമ്പയാർ ആ, സംസ്കാരപോഷിണി അതെ. സംസ്കാരപോഷിണി എന്ന് പറയുന്ന വായനശാല വളരെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന സർഗാത്മക പരിപാടികൾ സംഘടിപ്പിച്ച് കാണുന്നുണ്ട്. സാർ, ഇത്തരം പരിപാടികൾ എന്തുകൊണ്ട് അവിടെ തന്നെ ഒതുങ്ങുന്നു? കുറെ കൂടി ഇതിനെ വ്യാപകമാക്കിക്കൂടെ? ഇപ്പോൾ നെടുങ്കണ്ടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഭരണസമിതി ഇല്ല എന്നുള്ളൊരു വീഴ്ചയുണ്ട്. താലൂക്ക് ഭരണസമിതി ഇല്ല. അത് ജില്ല നേരിട്ടാണ് ഇപ്പോൾ പരിപാടി അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്, ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഞങ്ങൾ അവിടെ ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ പല ലൈബ്രറികളും നിർജ്ജീവമാണ്. കാരണം അവിടെ ഇടപെടാൻ ആളില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി 3 മാസത്തിലൊരിക്കൽ അവിടെ ഇതുപോലെ സന്ദർശനങ്ങളും പരിശോധനകളും നടത്താനും സജീവമാക്കാനുമുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് മറ്റുള്ളിടത്തേക്ക് വ്യാപിപ്പിക്കാൻ നമ്മുടെ ഇവിടെ ആണെങ്കിലും ആനച്ചാലാണെങ്കിലും അമ്പഴച്ചാലാണെങ്കിലും നമ്മുടെ അടിവാരി കമ്പിലയിലാണെങ്കിലും ഒക്കെ പരിപാടി. ഇപ്പോൾ കല്ലാറിലും നന്നായി, കല്ലാറിൽ ഒരു കാലത്ത് അധികം പരിപാടികളൊന്നുമില്ല, ഒന്നുമില്ലായിരുന്നതാണ്. ഇപ്പം അവിടെയും ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. അങ്ങനെ ലൈബ്രറികൾ കുറേ കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മച്ചിപ്ലാവിലാണെങ്കിലും അതും കുറേ നാൾ അടഞ്ഞു കിടന്ന ലൈബ്രറിയാണ്. അതും വളരെ സജീവമായിട്ട് പോകും. ഒരു കാലത്ത് വായനശാലകളുടെ വാർഷികാഘോഷ പരിപാടികൾ നമ്മുടെ ഗ്രാമത്തിന്റെ ഉത്സവങ്ങളായിരുന്നു. സാറിന് ഓർമ്മയുണ്ടാവും. ഏതെങ്കിലും CL ജോസിൻ്റെയോ അല്ലെങ്കിൽ മരട് രഘുനാഥിൻ്റെയോ അല്ലെങ്കിൽ മുഹമ്മദ് പുഴക്കരയുടെയോ ഒക്കെ നാടകങ്ങളാണ് സാധാരണ നിലയിൽ അവരുടെ നാടകങ്ങൾ, അമച്വർ നാടകങ്ങൾ. ഇത്തരം നാടകങ്ങളാണ് പൊതുവേദികൾ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പള്ളിപ്പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കും എന്ന പോലെ വായനശാലകളുടെ വാർഷികങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ വാർഷികങ്ങളൊക്കെ ഇപ്പം ഇല്ലാതായിരിക്കുന്നു, ഇല്ലേ? കാരണം വായനശാല അത്ര സജീവമല്ല. പിന്നെ ഈ കുട്ടികൾക്ക് A+ കിട്ടുമ്പോൾ ആ കുട്ടികളെ മുഴുവൻ വിളിച്ച് ആദരിക്കുന്നു, അവർക്ക് മെമൻറ്റോ കൊടുക്കുന്നു. അത്തരം പരിപാടികളിലേക്ക് നമ്മുടെ വായനശാലകൾ ഒതുങ്ങിപ്പോയി എന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? അത്രയും അത് മാത്രമല്ല, അതിനകത്തേക്ക് ഒതുങ്ങിപ്പോയി എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും പലതും അങ്ങനെ ഒരു ചില കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് പോകുന്നു. വേറെ പരിപാടികൾ സംഘടിപ്പിക്കാൻ, ഇപ്പോൾ പ്രതിമാസ പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ ലൈബ്രറികൾക്ക് അതിന് മാർക്ക് കിട്ടുന്നതാണ് ഗ്രഡേഷനിൽ. പക്ഷേ അതിൽ പോലും പല ആളുകളും ഈ രേഖകൾ ഉണ്ടാക്കി വെക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ അതിന് ഒരു ഗൗരവത്തോടു കൂടി അതിനെ കാണുന്നില്ല. സാർ, നവോത്ഥാന കാലത്തെ ഉരുവപ്പെടുത്തിയ ശക്തമായ കവി എന്ന നിലയിൽ കുമാരനാശാൻ മലയാളത്തിൽ അടയാളപ്പെട്ട കവിയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താവിഷ്ടയായ സീത 100 വർഷം, ഇപ്പോൾ ഏതാണ്ട് 110 വർഷത്തിനോട് എടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താവിഷ്ടയായ സീത മലയാള സാഹിത്യ രംഗത്തുണ്ടാക്കിയ കോളിളക്കവും ഒപ്പം തന്നെ ഇവിടെ ഉണ്ടാക്കിയ പരിവർത്തനവും ചെറുതല്ല, വലുതായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 100 വർഷങ്ങൾക്ക് അപ്പുറത്ത് കണ്ടെത്തിയ പ്രവാചന സ്വഭാവമുള്ള കവിതയായിരുന്നു അത്. അതിനെ വളരെ ശക്തമായി കേരളത്തിൻ്റെ ആയിരക്കണക്കിന് വേദികളിൽ അവതരിപ്പിക്കാൻ ലൈബ്രറി കൗൺസിൽ കഴിഞ്ഞു. ഒപ്പം ചണ്ടാലഭിഷേകി, കരുണ തുടങ്ങിയ. പക്ഷേ ചിന്താവിഷ്ടയ സീതയായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് അതുപോലെ എത്രയോ കവികളുണ്ട് സാർ, ഈ മലയാള സാഹിത്യത്തെ ഉരുവപ്പെടുത്തിയ അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്കാരത്തെ തന്നെ രൂപപ്പെടുത്തിയ
എഴുത്തുകാർ. അത് ചില കവികളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ചില പുസ്തകങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകാതെ അതിൻ്റെ ഒരു നൈരന്തര്യ സ്വഭാവം, ഒരു കണ്ടിന്യൂഷൻ വേണ്ടേ? വേണം, തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അതിപ്പോൾ ഈ ഒന്ന് യുവാക്കൾ ഈ രംഗത്ത് നിന്ന് പിന്നാക്കം പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. യുവാക്കൾ രംഗത്തേക്ക് വന്നാലാണ് ഈ നാടകം പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ. അതിനകത്ത് നിന്ന് പിന്നോക്കം പോയ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമുക്ക് നാടക രംഗത്ത് ജില്ലാതലത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ചയുണ്ട്. അപ്പോൾ അതുപോലെ ഈ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പം തോക്കുപാറ ആണെങ്കിൽ പോലും അന്വേഷിച്ചാൽ കുറച്ച് ആളുകളുണ്ടാവും. പക്ഷേ അവരെ ഒന്ന് സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ ഏകോപിപ്പിച്ച് അവരുടെ പ്രവർത്തനം ഒന്ന് ഈ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കുറയുന്നു. അതിനൊരു തയ്യാറായിട്ട് മുന്നോട്ട് വരാൻ ആളുകളില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുവാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ വലിയൊരു പരിപാടിയാണല്ലോ സാർ സാഹിത്യ ക്യാമ്പ്. ഇപ്പോൾ സാഹിത്യ ക്യാമ്പ് ഇപ്പോൾ വനിതകൾക്കായി മാത്രം പോലും സാഹിത്യ ക്യാമ്പ് നടത്തുന്നുണ്ട്, യുവാക്കൾക്കായി നടത്തുന്നുണ്ട്, അല്ലാതെ പ്രായഭേദമന്യേ സാഹിത്യ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഈ സാഹിത്യ ക്യാമ്പിൽ മറ്റ് ജില്ലകളിലൊക്കെ അപേക്ഷിച്ച് ഇടുക്കി ജില്ലയിൽ പങ്കാളിത്തം കുറയുന്നു എന്ന് സാറിൻ്റെ അനുഭവം കൊണ്ട് സാറിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് വളരെ നമ്മളൊരു സംഘടിപ്പിച്ചായിരുന്നു. ആ സംഘടിപ്പിച്ച ആ പരിപാടിയിലാണെങ്കിലും ആളുകളുടെ പങ്കാളിത്തം കുറവായിരുന്നു. സന്തോഷ് ശിച്ചിക്കാനമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വളറയിൽ സംഘടിപ്പിച്ച കഥാ ക്യാമ്പായിരുന്നു. കഥാ കഥാ ക്യാമ്പ് സന്തോഷ് ശിച്ചിക്കാനത്തെ പോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും കൊമാല എഴുതിയ അല്ലെങ്കിൽ ബിരിയാണി പോലുള്ള അത്ഭുതകരമായ കഥകൾ എഴുതിയ ആളാണ്. അദ്ദേഹത്തെ പോലെ ഉള്ള ഒരാൾ വന്ന് ആ സാഹിത്യ ക്യാമ്പ്, കഥാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. എന്നിട്ട് പോലും നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് കഥ എഴുതുന്ന ആളുകൾ ഉണ്ടായിട്ടും വേണ്ടത്ര ഒരു പങ്കാളിത്തം ഉണ്ടായില്ല. അത് കവിതാ ക്യാമ്പ് നടത്തിയാലും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അതിനൊരു പ്രചരണം വേണ്ടത്ര അത് ആളുകൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ഒരു പ്രധാന കാര്യം. സാർ, അടുത്ത കാലത്തായിട്ട് ഇടുക്കി ഇടുക്കി ജില്ലയെ അടയാളപ്പെടുന്ന ചില എഴുത്തുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച്, പഴയ കാലത്ത് അങ്കുലി പരിമിതമായ ചില എഴുത്തുകാർ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. പുതുതലമുറയിൽ നിന്ന് ചില എഴുത്തുകാർ വളരെ സജീവമായി രംഗത്ത് വരികയും മുഖ്യധാരയിൽ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെ ലൈബ്രറി കൗൺസിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രോത്സാഹനത്തിന് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാൻ ഉള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്, നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. സാർ, ഒരിക്കൽ EG സത്യൻ മാഷ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് മരിച്ചു പോയല്ലോ. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ ഈ സമയത്ത് നമുക്ക് ഒന്ന് അർപ്പിക്കാൻ കൂടി ഈ സമയം വിനിയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഈ കൊലുമ്പൻ്റെ പേരിൽ ഒരു അവാർഡ് ഇവിടുത്തെ ഇടുക്കിയിൽ എഴുത്തുകാർക്ക് വേണ്ടി ഏർപ്പെടുത്തണം എന്നൊക്കെ ഒരു ചർച്ച വന്നിരുന്നു. അത് പക്ഷേ നടപ്പിലായില്ലെന്നോ? അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക്, കാരണം ഞാനിപ്പോൾ ഈ സത്യൻ സാറിൻ്റെ അഭാവത്തിലാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്, ഈ സ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ. സാറ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഇടുക്കി ജില്ലയിലെ സാഹിത്യ പ്രവർത്തകർക്ക് വേണ്ടി ജില്ലാ ലൈബ്രറി കൗൺസിൽ അവാർഡ് സംസ്ഥാന തലത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ. സംസ്ഥാന തലത്തിൽ എല്ലാ വർഷവും 50,000 രൂപയിൽ കുറയാത്ത ഒരു തുകയുടെ, അല്ല 50,000 രൂപയുടെ തുകയുള്ള സാഹിത്യ അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് ലൈബ്രറി. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ജില്ലകൾക്ക് അത് ചെയ്തുകൂടാ? അവരുടേതായ ഫണ്ട് അനുസരിച്ച് ജില്ലയിലെ സാഹിത്യ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ജില്ലാ ലൈബ്രറി കൗൺസിലിന് ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് സാർ പരിഗണിക്കുമോ? നമ്മൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ അത് തീരുമാനമാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത ഈ സത്യൻ്റെ അനുസ്മരണം എന്ന രീതിയിൽ തന്നെ സത്യനെ അതിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വാർഷികമായി എല്ലാ വർഷവും തുടരാനാണ്. EG സത്യൻ എന്ന് പറയുന്ന ഒരു ഏറെക്കാലം നമ്മുടെ ലൈബ്രറിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലേ, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു അവാർഡ് നിശ്ചയിക്കുന്നുണ്ട്. അത് സജീവ പരിഗണനയിലാണ്. തീരുമാനിച്ചു ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും വളരെ നല്ലത്. അപ്പോൾ ഞാൻ ചോദിച്ചത് നന്നായി. അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകോത്സവം എല്ലാ വർഷവും ഒന്നുകിൽ അടിമാലിയിൽ, അല്ലെങ്കിൽ കട്ടപ്പനയിൽ, അല്ലെങ്കിൽ തൊട്ടുപുഴയിൽ, നമ്മൾ കുമളിയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. ഓരോ പ്രദേശങ്ങൾ മാറി എടുത്തിട്ടുണ്ട്. പക്ഷെ നെടുങ്കണ്ടത്ത് വെച്ച് കാര്യമായിട്ട് നടത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. നെടുങ്കണ്ടത്ത് സാർ പറഞ്ഞ കാര്യം തന്നെ, അവിടുത്തെ ഒരു ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അവിടെ അത് ഏറ്റെടുത്ത് നടത്താൻ ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ ആളില്ല എന്ന് ഉള്ള ഒരു കാരണം കൊണ്ടാണ്. ഇപ്രാവശ്യം നമുക്ക് വൈകി പോയിട്ടുണ്ട്. ഇതുവരെ നമുക്കത് പുസ്തകോത്സവം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സ്റ്റേറ്റിലാകെ അങ്ങനെയാണ് പെൻഡിങ്. ഫണ്ടിന്റെ അപര്യാപ്തത, ഫണ്ട് അനുവദിക്കാത്തതിൻ്റെ പേരിൽ ഇത് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈബ്രറികൾക്ക് ഗ്രാൻഡ് കൊടുക്കാനോ ഈ പുസ്തകം അതിനെ തുടർന്നുള്ള മറ്റു പരിപാടികളോ അല്പം മന്ദഗതിയിലാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇതൊക്കെ പെട്ടിട്ടുണ്ടാവില്ലേ? ഉണ്ട്.
തീർച്ചയായിട്ടും ഉണ്ടാവും. ഉണ്ട് തീർച്ചയായിട്ടും. വളരെ സജീവമായി ഈ മിനിസ്ട്രിയിലൊക്കെ സ്വാധീനമുള്ളവരാണല്ലോ സംസ്ഥാന സമിതിയിലുള്ളത്, അല്ലേ? അതെ. പ്രത്യേകിച്ച് ജില്ലാ അല്ല നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലുള്ളവരെല്ലാം ഈ രംഗത്ത് വലിയ അതെ. പ്രാവീണ്യമുള്ളവരും ഉള്ളവർ തന്നെയാണ്. സ്വാധീനമുള്ളവരുമാണ് ആ കാര്യത്തിലുള്ള. അപ്പോൾ ഈ പുസ്തകോത്സവ പരിപാടികൾ സാധാരണ നിലയിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ഉത്സവ പരിപാടി എന്ന നിലയിലാണ് നടത്താറ്, അതെ. അല്ലേ? അതുമായി ബന്ധപ്പെട്ട് സാഹിത്യ ക്വിസ് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട് സാഹിത്യ പരിപാടികളുണ്ടാവും, ചർച്ചകളുണ്ടാവും, പുസ്തക ചർച്ചകളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, ഇടുക്കി ജില്ലയിൽ പുസ്തക പ്രകാശനങ്ങൾ നടക്കുന്നുണ്ട്. ഓ. ധാരാളമായി പുസ്തക പ്രകാശനങ്ങൾ. അത് ഈ സാഹിത്യ പ്രവർത്തകരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ടാണ്. അത് കേരളത്തിലാകെ കാണുന്ന, ഒരുപക്ഷെ ലോകത്താകെ കാണുന്ന ഒരു പ്രതിഭാസമായിരിക്കും. അപ്പോൾ ഇടുക്കി ജില്ലയിലും ധാരാളമായി പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. പുസ്തകങ്ങളുടെ ക്വാളിറ്റിയെ സംബന്ധിച്ചുള്ള ചർച്ച വേറെ, അത് അതെ. രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ പുസ്തകം ഇറങ്ങുന്നു എന്നുള്ള ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ കാര്യമാണ്. അത് കവിതയായിട്ടും കഥയായിട്ടും നോവലായിട്ടും ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് ചില. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എഴുത്തുകാർ ഈ പുസ്തക പ്രകാശന ചടങ്ങുകളെ ഈ ലൈബ്രറി കൗൺസിൽ നോക്കിക്കാണുന്നുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. അത് അങ്ങനെയുള്ളവർക്ക് ഈ പുസ്തകമേള കുറേ ഒരു സഹായം ചെയ്യുന്ന തരത്തിലേക്കുള്ള ശ്രമം നടത്തുന്നുണ്ട് നമ്മൾ. അവരെ കൂടി ഈ ഇതിലേക്ക് പങ്കാളികളാക്കാൻ. സാഗൂതം ഇതൊക്കെ ഈ ലൈബ്രറി കൗൺസിൽ അല്ലെങ്കിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം ഇടുക്കിയിൽ നടക്കുന്ന ഈ സാഹിത്യ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അതെ. അപ്പോൾ പുതിയ എഴുത്തുകാരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പുതിയ ആണും പെണ്ണും ഒക്കെ രംഗത്തേക്ക് വളരെ സജീവമായി കടന്നു വരുന്നത്. സാറിന് ഈ ലൈബ്രറി കൗൺസിലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണല്ലോ വായനാ പക്ഷാചരണം. നമ്മൾ ജൂൺ 19 ആരംഭിച്ച് പി.എൻ. പണിക്കർ സാറിൻ്റെ ജന്മദിനമായ ജൂൺ 19 ആരംഭിച്ച് IV ദാസിൻ്റെ ജന്മദിനമായ ജൂലൈ 7 അവസാനിക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഇത്. അതിന് വായനാ പക്ഷാചരണം എന്ന നിലയിലാണ് നമ്മൾ കുറേ നാളുകളായി ചെയ്യുന്നത്. ഈ വായനാ പക്ഷാചരണം സത്യത്തിൽ ലൈബ്രറികളിൽ വലിയ തരംഗം സൃഷ്ടിക്കേണ്ടതാണ്. പക്ഷെ ലൈബ്രറിക്കാർ അത് കാര്യമായി ഏറ്റെടുക്കുന്നില്ല. പക്ഷെ സ്കൂളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. സ്കൂളുകൾ ഏറ്റെടുക്കുമ്പോൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവോ? അത് ഈ സാധാരണ നിലയിൽ എല്ലാ സ്കൂളുകളും വായനാ ദിനം ഭംഗിയായി ആചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ഈ എല്ലാ താലൂക്കുകളിലും ഉള്ള സ്കൂളുകളിൽ, എല്ലാ ലൈബ്രറികളുടെ സമീപത്തുള്ള സ്കൂളുകളിൽ ഈ ദിനാചരണം ഭംഗിയായി നടത്തണം എന്ന് പറഞ്ഞു. ജില്ല കേന്ദ്രീകരിച്ചാണ് ഉദ്ഘാടനമായിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ എല്ലാ ജില്ലയിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നും ജില്ലയിലെത്തില്ലല്ലോ. മറ്റ് പ്രാദേശികമായിട്ട് താലൂക്കുകളിലുള്ള നേതൃത്വത്തെ താലൂക്ക് സമിതിയുടെ പേരിൽ ആഭിമുഖ്യത്തിൽ അവരുടെ മേൽനോട്ടത്തിൽ തൊട്ടടുത്ത വിദ്യാലയങ്ങളിൽ ഇത് വളരെ ഭംഗിയായി നടത്തണം എന്നൊരു തീരുമാനം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എല്ലാ ലൈബ്രറികൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഈ ദിനാചരണ കാലഘട്ടത്തിൽ നടത്തേണ്ട ഒട്ടേറെ പരിപാടികളും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പലയിടത്തും നടന്നിട്ടുണ്ട്, ചിലയിടത്തൊക്കെ നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ എന്നാണല്ലോ പറയുക. ഫ്രാൻസിസ് ബേക്കൻ്റെ വളരെ പ്രസിദ്ധമായ വിഖ്യാതമായ വാക്യമാണ്, വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. റീഡിംഗ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുക. ഞാൻ പറഞ്ഞു വരുന്നത് അത് അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ ചില സ്കൂളുകാരെ ഏറ്റെടുത്ത് നടക്കുകയും കുട്ടികളോട് അന്നേ ദിവസം പുസ്തകം കൊണ്ടുവരാൻ പറയുകയും ആ പുസ്തകങ്ങൾ എക്സിബിറ്റ് ചെയ്യുകയും അതിൽ തന്നെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈ വായനാ ദിനത്തിൽ കോതമംഗലം മാർബേസിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ഇതുപോലെ ഒരു പുസ്തകോത്സവം നടക്കുന്നുണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇടുക്കി ജില്ലയിലെ 4-5 എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇടുക്കി ജില്ലയിലെ 4-5 പുസ്തകങ്ങൾ ഞാനത് കൈകൊണ്ട് എടുക്കുകയും അവിടെ ഇടുക്കി ജില്ലയിലെ എഴുത്തുകാരാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരിചയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഭാഗ്യവശാൽ 1-2 എണ്ണത്തിൻ്റെ അവതാരിക ഞാനായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തരത്തിലുള്ള വലിയ പുസ്തകത്തെ സ്നേഹിക്കുന്ന ചില അധ്യാപകർ ഈ തരത്തിലുള്ള വളരെ വെറൈറ്റി ആയ പരിപാടികൾ നടത്തുന്നുണ്ട്. സാറിൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ നാട്ടിൽ ഈ തവണ ഈ ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്കൂളിലെങ്കിലും ഇത്തരം പരിപാടികൾ നടക്കുന്നു? ജില്ല കേന്ദ്രീകരിച്ച് പുസ്തകം അത് കുഞ്ചിത്തണ്ണിയിൽ അവരങ്ങനെ ഒരു പരിപാടി നടത്തിയിരുന്നു, പുസ്തക പ്രദർശനവും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഒരു പരിപാടി നമ്മുടെ ഈ അടുത്ത മേഖലയിൽ അങ്ങനെ നടന്നു. മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശരി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഇവരാ ലൈബ്രറിയുടെ നേരിട്ടുള്ള SN ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് അത്
അത് നടത്തിയത്. തയ്യാറാക്കിയത്. അവിടുത്തെ തന്നെ എസ് എൻ ലൈബ്രറിക്കാരാണ് അത് നടത്തിയത്. അതെ. അപ്പോൾ ഈ വായനയുമായി ബന്ധപ്പെട്ട് ഇത് പലരും ഇത് നടത്തുമ്പോഴും സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വായനയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവർ ആ സ്കൂളിൻ്റെ തന്നെ പ്രിൻസിപ്പളായിരിക്കും. അപ്പോൾ ആരെയും ഞാൻ അപകീർത്തിപ്പെടുത്താനോ താഴ്ത്തിപ്പെടാനോ അല്ല. പക്ഷേ ഈ വായനയെ സംബന്ധിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളിൽ നല്ലൊരു പങ്കും ഒരു പുസ്തകം വായിക്കാത്തവരായിരിക്കും. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം ഈ കുട്ടികൾ തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ വായിക്കാതെ ഇപ്പം അധ്യാപകരോട് ഉള്ള വിഷമം കൊണ്ടല്ല ഞാൻ പറയുന്നത്. വായിക്കുന്ന അധ്യാപകരെല്ലാം വായിക്കാത്തവരുമല്ല, വായിക്കുന്ന എത്രയോ അധ്യാപകരുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷേ ആ വായിക്കാത്ത ആളുകൾ വായനയെ സംബന്ധിച്ച് കുട്ടികളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു വൈരുദ്ധ്യം പലപ്പോഴും നമ്മൾ കാണുന്നു. അത് കുട്ടികളൊക്കെ തിരിച്ചറിയുന്നു എന്നുള്ളതുകൊണ്ടാണ് പല കുട്ടികളും വായിക്കാതെ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ ഈ വായനാ പക്ഷാചരണം ഒരർത്ഥത്തിൽ വായനയെ ത്വരിതപ്പെടുത്തുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെയാണോ ജില്ലാ ലൈബ്രറി കൗൺസിൽ വിചാരിക്കുന്നത്? കുറച്ചൊരു മാറ്റം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താനത് സഹായകമാകുന്നുണ്ട്. ചിലർക്കെങ്കിലും ചില സ്ഥാപനങ്ങളിലെങ്കിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണപ്പെട്ട ചില ലൈബ്രറികൾ, ഞാൻ ആദ്യം പേര് പറഞ്ഞല്ലോ, എണ്ണപ്പെട്ട ചില പ്രത്യേകിച്ച് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ലൈബ്രറികൾ, അവരതിൻ്റെ ഫണ്ടൊക്കെ സ്വരൂപിക്കുന്നത് ഒരുപക്ഷെ ഒരു കാരണവശാലും സ്റ്റേറ്റ് ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പണം സ്പോൺസറിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ തരം മാതൃകകൾ കുറെ കൂടി വ്യാപിപ്പിക്കാൻ നമ്മുടെ ജില്ലാ ഭരണസമിതി തീരുമാനം എടുക്കുമോ, ചർച്ച ചെയ്യുമോ? നമ്മളത് ചർച്ച ചെയ്യാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ മേഖലയിലും അത് പ്രായോഗികമല്ല. സ്പോൺസറിങ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഇല്ലെങ്കിൽ പോലും അതാത് മേഖലയിൽ കിട്ടാവുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കണം പരമാവധി എന്നാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. നമ്മൾ സംസ്ഥാന സാഹിത്യ ക്യാമ്പ് വരെ ഇടുക്കിയിലെ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. പെരുമാൾ മുരുകനൊക്കെ പെരുമാൾ മുരുകനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുമളിയിൽ ഹോളിഡേ ഹോമിൽ വെച്ച് നടന്ന ഒരു സംസ്ഥാന ക്യാമ്പ്. അപ്പോൾ അവിടെ സംസ്ഥാന ക്യാമ്പ് വരെ ഏറ്റെടുത്ത് നടപ്പാൻ അതിൻ്റെ ആതിഥേയത്വം വഹിക്കാൻ കഴിവുള്ള ഒരു ജില്ല എന്ന നിലയിൽ ഇടുക്കി വളർന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ സാഹിത്യ ക്യാമ്പുകൾ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, പങ്കാളിത്തം കുറയുന്നു. എന്തുകൊണ്ടായിരിക്കും? അത് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടപെടേണ്ട ആളുകൾ ഇടപെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഇടപെടലിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് കുറച്ചൊക്കെ വീഴ്ച വരുന്നുണ്ട്. സാഹിത്യത്തിന് പള്ളിക്കൂടങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ലാത്തത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ കേവലം ചില മലയാള അധ്യാപകർ മാത്രം സാഹിത്യം കൊണ്ട് നടക്കുന്നു. അവരിൽ തന്നെ നല്ലൊരു പങ്ക് സാഹിത്യത്തോട് ഇഷ്ടമുണ്ടായിട്ടല്ല, കേവലമായൊരു ജോലിക്ക് വേണ്ടിയിട്ട് മലയാളം പഠിച്ചു വരുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കഴിയില്ല, പിന്നെ മറ്റുള്ള അധ്യാപകർക്ക് തീരെ കഴിയില്ല. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മൂലയ്ക്കിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം സർഗാത്മക പ്രവർത്തനങ്ങൾ പള്ളിക്കൂടങ്ങളിൽ പലപ്പോഴായി നടക്കുന്നില്ല എന്ന് വേണം പറയാൻ. മൊത്തത്തിലുള്ള അധ്യാപകരുടെ ഒരു താല്പര്യക്കുറവ് ഇതിനെ ബാധിക്കുന്നതായി സാറിന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അധ്യാപകരുടെ താല്പര്യം പോലെയാണ് പലയിടത്തും സ്കൂളുകളിൽ കാര്യങ്ങൾ നടക്കുക. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പള്ളിക്കൂടങ്ങളിൽ പലതിലും കുറേയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതാ അവിടുത്തെ അധ്യാപകരുടെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ ഒക്കെ ഒരു താല്പര്യം അനുസരിച്ച്. സാർ, ഈ ബാലവേദിയൊക്കെ കേന്ദ്രീകരിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സംശയമില്ല. എഴുത്തും ഒക്കെ നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്, അവർക്ക് മാർക്ക് കിട്ടുന്നുണ്ട്, സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്. അതിനപ്പുറത്ത് ജില്ലയിലെ ഇപ്പം നല്ല എഴുത്തുകാർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല എസ്സേ റൈറ്റിംഗ്, ഉപന്യാസ മത്സരം, അല്ലെങ്കിൽ ഒരു നോവൽ മത്സരം, ഇത്ര പേജിൽ കവിയാൻ പാടില്ലാത്തൊരു നോവൽ മത്സരം ഒക്കെ സംഘടിപ്പിച്ചാൽ, ഒരുപക്ഷെ ജില്ലാ ലൈബ്രറി കൗൺസിലിൽ സംഘടിപ്പിച്ചാൽ കുറച്ച് ഈ എഴുത്തുകാർ മുന്നോട്ട് വന്നേക്കും, പുതിയ നോവലുകൾ കിട്ടിയേക്കും. കാരണം നോവലൊക്കെ എഴുതാൻ ശേഷിയുള്ളവർ ഇടുക്കിയിലുണ്ട്. അവരുടെ പുതിയ നോവലുകൾ സബ്മിറ്റ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ പുതിയ കഥകൾ സമർപ്പിക്കപ്പെടുകയും അതിനൊക്കെ ഒരു ജഡ്ജിങ് പാനലിനെ വെച്ച് അത് നോക്കി അവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്യാൻ കഴിയും. ലൈബ്രറി കൗൺസിൽ അങ്ങനെ പുതിയ ചില പരിപാടികൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. കുഴപ്പമില്ല, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. നമ്മളതിന് വേണ്ടിയിട്ടാണ് ഈ യുവതയും അതുപോലെ തന്നെ വനിതാവേദി ഇതൊക്കെ രൂപീകരിക്കുന്ന ഈ ലക്ഷ്യത്തിലാണ്. പക്ഷെ അത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പലയിടത്തും കഴിയുന്നില്ല എന്നുള്ളൊരു വീഴ്ചയുണ്ട്. സാർ, മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രവർത്തനമെങ്കിലും, അത് 2 പ്രവർത്തനമാണ്, ഒരു ലൈബ്രറി ഏറ്റെടുക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു ഒന്നിലധികം എന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുവിൽ 12 മാസത്തിൽ 12-ലധികം
പരിപാടികൾ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണമെന്ന് ലൈബ്രറിക്ക് ഒരു വിവക്ഷയുണ്ടല്ലോ, ഉണ്ട് ഉണ്ട് ഉണ്ടല്ലേ? കുറച്ച് ലൈബ്രറിക്കാർ അത് ചെയ്യുന്നുണ്ട്, കുറച്ച് പേർ അത് നടത്തി എന്നതിൻ്റെ ചില റെക്കോർഡുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, റെക്കോർഡുകളൊക്കെ ഉണ്ട്. അല്ലേ? ഉം. ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ഉണ്ട്. അത് പലയിടത്തും ഇപ്പോൾ ഞങ്ങൾ സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ അത് കാണാൻ കൃത്യമാണ്. അതെങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന തരത്തിൽ ഉള്ള രേഖകളാണ് നമ്മൾ പലയിടത്തും പലപ്പോഴും കാണുന്നത്. കാണുന്നത്. പക്ഷേ ചിലയിടത്തൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് അത് സത്യസന്ധമായി നടത്തിയതാണ്. തന്നെ. നമ്മൾ അവിടെ സംസാരിക്കുമ്പോൾ പൊതുജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അത് വളരെ കൃത്യമായിട്ട് അവർ ബോധ്യപ്പെട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഉണ്ട്. പക്ഷെ ചിലയിടത്ത് അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. ഒപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഇടമലക്കുടി, ഇപ്പോൾ സാർ ഓർക്കുന്നുണ്ടോ? ഞാൻ ഉൾപ്പെടെയാണ്, സാർ ഉൾപ്പെടെയാണ്. ഉം. ഇടമലക്കുടിയിൽ മണിയാശാൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ലൈബ്രറി നമ്മൾ ഓപ്പൺ ചെയ്തു. ഓ. ഇടമലക്കുടിയെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവമായിരുന്നു, വലിയ വിപ്ലവാത്മകമായി. പിന്നീട് അത് ആ ലൈബ്രറി ഉൾപ്പെടെ ആന നശിപ്പിക്കുകയോ ഒക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്തു. പക്ഷെ പുസ്തകങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, ആ. അല്ലേ? പുസ്തകം ഇപ്പോഴത്തെ ഒരവസ്ഥ നമുക്ക് സത്യത്തിൽ അറിയില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് മറ്റ് ലൈബ്രറികളിൽ ബന്ധപ്പെടുന്ന പോലെ പോയി വരാനുള്ള അല്ലെങ്കിൽ നേരിട്ട് ഇടപെടാൻ ആക്സസ് ഇല്ല, കഴിയുന്നില്ല. ആക്സസബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. തന്നെയല്ല, കഴിഞ്ഞ 4 ദിവസമായി ഇടമലക്കുടിയിൽ കറണ്ട് പോലും ഇല്ല. ആ അതെ. ഇടയ്ക്ക് വൈദ്യുതി എല്ലാം മുടങ്ങി കിടക്കുകയാണെന്ന് പത്രം പറയുന്നുണ്ട്. ഉം, ഉം. അപ്പോൾ കാര്യം കേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. കേബിളൊക്കെ ഭൂമിക്കടിയിലൂടെ പോകുന്നുണ്ടെങ്കിലും വല്ലാത്ത ഒഴുക്കിനെയൊക്കെ ബാധിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പത്രം പറയുന്നത്. എല്ലാം ശരിയാവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. പക്ഷേ അവിടെ കറണ്ടില്ല, ആ, ഇരുട്ടിലാണ്. തന്നെയല്ല, മറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉവ്വ. നെറ്റ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ നെറ്റിനെ ആശ്രയിച്ചാണ് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് ഇന്ന് പത്രം പറയുന്നത്. ഉം. അതുകൊണ്ട് പിന്നെ ഞാൻ സാറിനോട് ചോദിക്കുന്നത്, ഈ മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ലൈബ്രറി പ്രവർത്തനം വേണ്ടത്ര സജീവമായി അല്ലല്ലോ, വട്ടവട തുടങ്ങിയ പഞ്ചായത്തുകളിൽ. ഉം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ താഴേക്കുള്ള പഞ്ചായത്ത്, പ്രത്യേകിച്ച് അടിമാലി, വെള്ളത്തൂല അല്ലെങ്കിൽ കട്ടപ്പന സൈഡ് ഒക്കെ, നമുക്ക് നെടുങ്കണ്ടം സൈഡിലൊക്കെ ലൈബ്രറികളെ സജീവമാക്കി നിലനിർത്താൻ ഓ. കഴിയുന്നുണ്ട്. ഈ മറയൂർ കാന്തല്ലൂർ, വട്ടവട പഞ്ചായത്തുകളിൽ, ഇടമലക്കുടി പോലുള്ള പ്രദേശങ്ങളിൽ, ഈവൻ മൂന്നാർ പിന്നെ തീർച്ചയായിട്ടും തമിഴിൻ്റെ ഒരു ഓ. അതിപ്രസരമുണ്ട്. ആ തമിഴ് ലൈബ്രറി ആയിട്ട് പോകാം. മറ്റ് പ്രദേശങ്ങളിൽ മലയാളവും ഉണ്ടല്ലോ, അവിടെ എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത്? അവിടെ നമ്മളെ ലൈബ്രറി ട്രൈബൽ മേഖലയിൽ ഇപ്പോൾ 17-20 ലൈബ്രറികൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗോത്രവർഗ മേഖലയിൽ ഗോത്രവർഗ മാത്രം മേഖലയിൽ 17 ലൈബ്രറികൾ 17 അതെ. ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് 5 ലൈബ്രറികൾ ഈ പേരിന് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ അവിടെ അതിന് നേതൃത്വം കൊടുക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ നടത്താതിരിക്കുകയും ഗ്രാൻഡ് വന്നിട്ട് അത് വാങ്ങിക്കാൻ പോലും അതിന് അവർക്കൊരു അക്കൗണ്ട് തുടങ്ങണം. ആ അക്കൗണ്ട് തുടങ്ങാൻ പോലും കഴിയാതിരുന്ന സാഹചര്യത്തിൽ അവരുടെ ഗ്രാൻഡ് തിരിച്ചടക്കേണ്ടി വന്നു. തിരിച്ചു പോയൊരു സാഹചര്യം. അങ്ങനെ അത് സാഹചര്യമുണ്ട്. 5 ലൈബ്രറിക്ക് അങ്ങനെ സംഭവിച്ചു. ട്രൈബൽ മേഖലയിലുള്ളതാണ്. അത് ട്രൈബൽ മേഖല പള്ളിക്കൂടങ്ങളിലൊക്കെ പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഗ്രാൻഡ് പോലും വാങ്ങാൻ ആളില്ലാതെ തിരിച്ചടയ്ക്കുന്ന ഹെഡ് മാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് അനുഭവം ഉണ്ടാവും, ഒരുപക്ഷെ ഇടമലക്കുടിയിലൊക്കെ സാർ വർക്ക് അത് ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഞാൻ ചോദിക്കാൻ വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഈ ട്രൈബൽ മേഖലയിലെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഇടമലക്കുടി, അതുപോലെ തന്നെ വട്ടവട. ഇപ്പോൾ വട്ടവടയിൽ ഒരു പ്രശ്നം, വട്ടവട പഞ്ചായത്തിനോട് ചേർന്ന് അഭിമന്യുവിൻ്റെ പേരിൽ ഒരു ഗംഭീര ഗംഭീര ലൈബ്രറി, ലൈബ്രറി ചെറിയ ലൈബ്രറി അല്ല, പഞ്ചായത്ത് ആയിരക്കണക്കിന് ഓഫീസിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രത്യേകം സംവിധാനം ചെയ്ത് ഒരുക്കിയ ഒരു ഗംഭീര, എന്ന് പറഞ്ഞാൽ കേരളത്തിലൊട്ട് മിക്കവാറും ആളുകൾ സംഭാവന ചെയ്ത പുസ്തകങ്ങളുണ്ട്. അത് നമ്മുടെ ലൈബ്രറി കൗൺസിലുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ലൈബ്രറി കൗൺസിലിൽ അഫിലിയേഷൻ വന്നിട്ടില്ല. വന്നിട്ടില്ല. കാരണം അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ നടത്താൻ അവിടെ ചുമതലയേക്കാൻ ആളില്ലാത്ത ഒരു സ്ഥിതി വന്നു. അല്ല, പഞ്ചായത്തിന് ലൈബ്രറിനെ വെച്ചുകൂടെ? പഞ്ചായത്തിന് ലൈബ്രറിനെ വെക്കാം, പക്ഷേ പഞ്ചായത്ത് അത് ചെയ്തിട്ടില്ല. അങ്ങനെ വെറുതെ കിടക്കുക. ആ പുസ്തകം അത്രയും വലിയൊരു പുസ്തക ശേഖരം പൊടി പിടിച്ച് കിടക്കുക, വെറുതെ കിടക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ കാന്തല്ലൂർ ഒരു പെങ്കൊച്ചിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു ഈയിടെ തുടങ്ങിയതാണ്. അതെവിടെ തുടങ്ങിയത്? കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബിൽഡിങ്ങിൽ, പഞ്ചായത്ത് ബിൽഡിംഗ് തുടങ്ങി. എന്നിട്ട് അത് വളരെ സജീവമായിട്ട് പോകുന്നുണ്ട്. അത് ഒരു പെങ്കൊച്ച് അവിടെ വാർത്ത കൊടുത്തതാണ്. യാദൃശ്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വായിക്കാൻ സ്ഥലമില്ല, കോവിൽക്കടവിൽ പോകണം പുസ്തകം എടുക്കണമെങ്കിൽ, 12-15 കിലോമീറ്റർ ദൂരമുണ്ട്, അവിടെ പോയി പുസ്തകം എടുത്ത് വരാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, വായിക്കാൻ സൗകര്യം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു പത്രക്കുറിപ്പ് മാതൃഭൂമിയിൽ വന്നു. അന്ന് കോടിയേരി ഇരുന്നപ്പോഴാണ് കോടിയേരി ഈ വാർത്ത കണ്ടിട്ട് അപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടറിയെ വിളിച്ചു, ഇടപെടണം, അടിയന്തരമായിട്ട് ഇതെന്താണെന്ന് പരിശോധിക്കണമെന്ന്. അങ്ങനെ ഇടപെട്ട് അവിടെ ലൈബ്രറി ഉണ്ടായി. 2 മാസത്തിനുള്ളിൽ നമ്മളവിടെ പുസ്തകം കൊടുക്കുകയും എല്ലാ ഏർപ്പാടുകളൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ക്രമത്തിൽ അതിൻ്റെ പ്രവർത്തനം സജീവമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ആ പരാതി കൊടുത്ത പെങ്കൊച്ച് തന്നെ ഇപ്പോൾ സ്ഥലത്ത് വന്നിട്ടുണ്ട്.
ഞങ്ങളവിടെ പലവട്ടം പോയി. പലവട്ടം പോകുമ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോൾ സജീവമാണ്. അത് കഴിയുമ്പോൾ പിന്നെ തുറക്കലില്ല. ഇപ്പോൾ ആ കൊച്ചു വന്നു. ആ കൊച്ചു വിളിച്ച് ചോദിച്ചു, ഇവിടെ ഇത് തുറക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഹരിദാസിനെ വിളിച്ചു. സ്റ്റേറ്റ് കൗൺസിലംഗാണല്ലോ ഹരിദാസ്. അപ്പോൾ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, പഞ്ചായത്തിൽ പോയിട്ട് സെക്രട്ടറിയോട് പറ, അല്ലെ പ്രസിഡന്റിനോട് പറയും, ഞാൻ ഇനിയും ഒരു കത്ത് സ്റ്റേറ്റിന് കൊടുക്കണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കൊച്ചു പോയി ചോദിച്ചു. വളരെ സജീവമായിട്ട് ഇപ്പോൾ ലൈബ്രറി അവിടെ കാന്തല്ലൂർ ലൈബ്രറിയുടെ വളരെ കീഴിൽ ആ ഭംഗിയായിട്ട് പുസ്തകങ്ങൾ ഭംഗിയായിട്ട് പോകും. ഭംഗിയായിട്ട് പ്രവർത്തനം തീർച്ചയായിട്ടും നടത്തുന്നുണ്ട്. പോകും. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടലുകൾ അല്ലേ, അതെ. ചില പ്രത്യേകിച്ച് നാട്ടിൽ ചില ആ ഒരു കുട്ടിയുടെ സജീവമായ അത് ഇടപെടലാണ് തന്നെ ആ നാടിനെ ഇടപെടലാണ്. സാംസ്കാരികമായി നിലനിർത്തുന്നത് എന്ന് വേണം പറയാൻ. അങ്ങനെ ചില ആളുകൾ എല്ലാ ഗ്രാമത്തിലും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും, അതെ. തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട സാർ. അപ്പോൾ നമുക്ക് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് വായന ഒരു നാടിനെ പരുവപ്പെടുത്തുന്നു അല്ലെങ്കിൽ സാംസ്കാരികമായി ഉയർത്തുന്നു എന്നൊക്കെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. നിസ്സാരമല്ല. വായന ലോകത്ത് മൊത്തത്തിൽ കുറയുന്നുണ്ട്. ഇപ്പോൾ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് വളരെ ലളിതമായി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് വായനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതെല്ലാവരും പറയും. എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണാം. മിക്ക ലൈബ്രറിയും കയറി ചെല്ലുമ്പോൾ കാണാം. ഒരുപക്ഷെ വായനയുടെ ഏറ്റവും ലളിതമായ ഒരു പ്രത്യയശാസ്ത്രം ഏറ്റവും ലളിതമായ രീതിയിൽ ആഖ്യാനം ചെയ്യുകയായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ അത് നമ്മുടെ ലൈബ്രറിക്കൊക്കെ വലിയ പ്രയോജനവും ലഭിച്ചിട്ടുണ്ട്. ലൈബ്രറികൾ വളരെ സജീവമായി നിൽക്കേണ്ടതാണ്. കാരണം അത് നാടിൻ്റെ ഒരു സാംസ്കാരിക സ്ഥാപനം എന്ന നിലയിൽ ആ ലൈബ്രറികൾ വളരേണ്ടത് തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പുതിയ കാലത്തിൻ്റെ ഒരു യന്ത്രവൽകൃത യുഗത്തിൻ്റെ വല്ലാത്ത പോക്ക് അല്ലേ, അനിയന്ത്രിതമായ പോക്കാണ്. കാരണം ഒരു ഇലക്ട്രിക് യുഗമാണ്. ഈ യുഗത്തിനകത്ത് നമ്മൾ എല്ലാം ഹൈടെക് ആവുന്ന ഒരു ലോകത്ത് പുസ്തകങ്ങൾ ഹൈടെക് ആവുക അത്ര എളുപ്പമല്ല. പക്ഷെ എന്നാൽ പോലും പുസ്തകങ്ങളിലെ നന്മകൾ, ലോകത്തിൻ്റെ നന്മകളിൽ പറ്റാതിരിക്കാൻ വേണ്ടി, കാരണം പുസ്തകങ്ങളിലാണല്ലോ ഇതെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹിക്കാം സാറ് ഇതിൽ വരികയും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിന് ലൈബ്രറി കൗൺസിലിനും ബാലകൃഷ്ണ സാറിനും പ്രത്യേകം നന്ദി. ഓക്കെ. ഒരു പുസ്തകശാലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്രയെത്ര പുസ്തകങ്ങളാണ് നമ്മോട് സംസാരിക്കുന്നത്. 1000ഉം 5000ഉം 10000ഉം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകൾ പുസ്തകങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നു. പുസ്തകങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടതില്ലേ? നമ്മുടെ അധ്യാപകർ അത്തരം ജൈവപരമായ ശബ്ദങ്ങൾ കുട്ടികളെ കേൾപ്പിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും പുസ്തകങ്ങളിലേക്ക് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. അല്ലെങ്കിൽ യാന്ത്രികമായ മസ്തിഷ്കം പോലും യന്ത്രമായി തീരുന്ന ഒരു തലമുറ, വികാരങ്ങളൊക്കെ വറ്റി ഈ നാട്ടിൽ വളരും. സംശയമില്ല. നന്ദി, നമസ്കാരം.